ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പ് പൊടിയും തേങ്ങയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു ഐറ്റം തന്നെ ആയിരിക്കും. ഞാൻ എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയ റെസിപ്പിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഗോതമ്പ് പൊടിയും തേങ്ങയെന്നും പറയുമ്പോൾ നമുക്ക് അധിക പേർക്കും മനസ്സിൽ വരുന്നത് ഒരു മധുരമുള്ള സ്നാക്കായിരിക്കും എന്നാണ്. അല്ല കേട്ടോ, ഇതൊരു എരിവുള്ള സ്നാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു സ്നാക്കിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്, ഒന്നായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 പച്ചമുളകാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ 1 കോഴിമുട്ടയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പക്കവടക്കൊക്കെ മാവ് ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗോതമ്പ് പൊടിയിൽ പെട്ടെന്ന് വെള്ളം അധികമായി പോവും. അപ്പോൾ കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് കുറച്ച് ഹാർഡായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ലൂസായിട്ട് കണ്ടോ, നമ്മൾ പക്കവടക്ക് ഉണ്ടാക്കുന്ന പോലത്തെ മാവ്. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നല്ലപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമ്മൾ പക്കവടക്കൊക്കെ മാവ് ഇങ്ങനെ നുള്ളിയിടൂലേ, അതുപോലെ നുള്ളിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇത് ഇടുമ്പോൾ തന്നെ ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവണം കേട്ടോ, എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റൊന്നും വേണ്ട കേട്ടോ, കാരണം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും. കാരണം ഇത് വളരെ ചെറുതാക്കിയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഒക്കെ നല്ല ഗുണ്ടുമണിയായിട്ട് വന്നിട്ടുണ്ട്. ആ മുട്ട ചേർത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സോഫ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. നല്ല തേനീച്ചക്കൂട് പോലെ ആരൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ല പോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പക്കവട പോലെയല്ല, ഇതിലേക്ക് തേങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ആ ഒരു ഗ്രീൻ ചട്നി ഇല്ലേ, സ്നാക്സിൻ്റെ കൂടെ ചെയ്യുന്ന ഗ്രീൻ ചട്നിയാണ് ഞാനിവിടെ സെർവ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ, നല്ല ഹോൾസൊക്കെ വന്ന് നമ്മൾ കലത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരും എടുക്കില്ല, അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അത്രയും നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് മല്ലിയിലയും പുതിനയിലൊന്നും ഇടാത്തതുകൊണ്ടാണ് ഈ ഗ്രീൻ ചട്നിക്ക് അധികം കളറില്ലാത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നോമ്പ് തുറക്കുന്ന സമയത്തേക്കോ അല്ലെങ്കിൽ വൈകുന്നേരം വെറുതെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്